നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് വലിയ രീതിയിൽ ഇന്ത്യ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ മേഖലയിലടക്കം ഇന്ത്യ അടിച്ചു കയറി വലിയ രീതിയിലുള്ള നാശനഷ്ടം വരുത്തിവെച്ചു. അവസാനം പാകിസ്ഥാൻ തന്നെ നമുക്ക് സീസ് ഫയറിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം എന്ന് ഇന്ത്യയുടെ അടുത്ത് പറയുകയും അങ്ങനെ ഇന്ത്യ സീസ് ഫയറിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിച്ചതിൽ ഞാനാണ് ഇടപെട്ടത്, അതിൽ എനിക്കൊരു വലിയ പങ്കുണ്ട് എന്നൊക്കെ ഒരു അവകാശം ഉന്നയിച്ചുകൊണ്ട് എത്തി. പക്ഷേ ഇപ്പോഴും ഞാനാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള യുദ്ധം നിർത്തിച്ചത് എന്ന് തെളിയിക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല. കാരണം ട്രംപ് ഓരോ തവണ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇന്ത്യ ശക്തമായ തെളിവുകൾ എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ട്. കാരണം പാകിസ്ഥാനാണ് വിളിക്കുന്നത്, പാകിസ്ഥാന്റെ സൈനിക മേധാവി അടക്കം വിളിച്ചു, അല്ലെങ്കിൽ പാകിസ്ഥാനെ വിളിച്ചു, നമുക്ക് സീസ് ഫയർ കൊണ്ടുവരാം എന്നൊക്കെ അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട അനുസരിച്ചാണ് നമ്മൾ യുദ്ധം നിർത്തിയതെന്ന് ഇന്ത്യ പറയുന്നു. ഇപ്പോഴും ഓരോ വേദിയിൽ കയറി ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, ഞാനാണ് ഈ ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിയതെന്നൊക്കെ. നിലവിൽ ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലൊരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചുകൊണ്ട് നിർത്താനായിട്ട് ഒരു നീക്കം നടത്തുന്നു. ഇപ്പോൾ ഒരു 5 ദിവസത്തേക്ക് യുദ്ധം നിർത്തിവെച്ചിരിക്കുകയാണ്. അത് നരേന്ദ്രമോദി ഇടപെട്ടു, ഇറാൻ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു, അതിനുശേഷം ഒരു യുദ്ധം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടക്കം ഇതിന്റെ ഒരു ക്രെഡിറ്റ് തട്ടിയെടുക്കാനായിട്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അതായത് പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പടരുന്നതിനിടെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാകാൻ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങളെ സംശയ ദൃഷ്ടിയോടെയാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാൻ മധ്യസ്ഥനാകാൻ പാകിസ്ഥാൻ രംഗത്ത് എത്തിയെങ്കിലും ഇസ്ലാമാബാദിന്റെ വിശ്വസ്തതയിൽ ഇരു രാജ്യങ്ങളും കടുത്ത സംശയം പ്രകടിപ്പിച്ചതോടെ പാകിസ്ഥാന്റെ നയതന്ത്ര നീക്കങ്ങൾ പാതി വഴിയിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഇന്ധന വളം വിതരണത്തെ ബാധിച്ച സംഘർഷം 4ാം വാരത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈജിപ്ത്, സൗദി അറേബ്യ, തുർക്കി എന്നീ രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് പാകിസ്ഥാൻ സ്റ്റെപ്പ് എന്ന പേരിൽ മധ്യസ്ഥ ശ്രമം ആരംഭിച്ചത്. എന്നാൽ സ്വന്തം രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും ലോക ശ്രദ്ധ തിരിക്കാനുള്ള പാകിസ്ഥാന്റെ വെറും ഒരു PR സ്റ്റണ്ട് മാത്രമാണ് ഇതെന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പാക് സൈനിക മേധാവി അസീം മുനീർ സംസാരിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇറാൻ പ്രസിഡന്റുമായും ചർച്ച നടത്തിയിരുന്നു. ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കൻ പ്രതിനിധികളായ JD വാൻസ്, ജാവേദ് കുഷ്ണർ എന്നിവരുമായി ഇറാൻ ഉദ്യോഗസ്ഥർ ഒരു കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു പാക് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇത്തരം അഭിമുഖങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലിവിറ്റ് ഔദ്യോഗിക സ്ഥിരീകരണമില്ലാതെ ഇത്തരം വാർത്തകൾ വിശ്വസിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെ ട്രംപിന്റെ പ്രസ്താവനകൾ വെറും വിപണി തന്ത്രം മാത്രമാണെന്നും അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്നും ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് കൂടി വ്യക്തമാക്കിയതോടെ പാകിസ്ഥാന്റെ മധ്യസ്ഥത മോഹങ്ങൾ പാളി എന്നതാണ് വസ്തുത. ചരിത്രപരമായി തന്നെ ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന ചീത്തപ്പേരുള്ള പാകിസ്ഥാന് ഇറാനെ പോലൊരു രാജ്യത്തെയും ലോകശക്തിയായ അമേരിക്കയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്താനുള്ള കരുത്തില്ല എന്നാണ് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഫെബ്രുവരി 28-ന് തുടങ്ങിയ സൈനിക നടപടികൾക്ക് അന്ത്യം കുറിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന അതിവേഗ നീക്കങ്ങൾ വാഷിംഗ്ടണിന്റെ പ്രീതി സമ്പാദിക്കാനുള്ള തന്ത്രപ്പാട് മാത്രമാണെന്നാണ് പലരും നിരീക്ഷിക്കുന്നത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ പിന്തുണയില്ലാതെ ഇത്തരം ചർച്ചകൾ വിജയിക്കില്ല എന്നിരിക്കെ പാകിസ്ഥാന്റെ ഈ സിനിമാറ്റിക് നീക്കങ്ങൾ നയതന്ത്ര ലോകത്ത് പരിഹാസമാവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ലോക സമാധാനത്തിന് വഴിയൊരുക്കുന്ന മധ്യസ്ഥനാകാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ കയ്യിൽ അതിനുള്ള പക്വതയോ നയതന്ത്ര ശേഷിയോ ഇല്ല എന്നാണ് നിലവിലത്തെ സാഹചര്യം വ്യക്തമാക്കുന്നത്.